മൺചട്ടികളില്ലാത്ത ഒരു വീട് പോലും കാണില്ല. മൺചട്ടിയിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞ ഒരു പ്രത്യേക രുചി തന്നെയാണ്. പക്ഷേ ഈ മൺചട്ടികൾ എങ്ങനെ നമുക്ക് വൃത്തിയാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് പലർക്കും പല ധാരണയുണ്ടാവില്ല. ശരിക്കും മൺചട്ടി നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകാൻ പാടില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് മൺചട്ടി വൃത്തിയാക്കാനായിട്ട് ചെയ്യേണ്ടത്? അതിനായിട്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുക്കിംഗ് സോഡയാണ്. ഇതേപോലെ ഒരു പാക്കറ്റ് ഒരു കുക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ നമുക്ക് വേണ്ട കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറുനാരങ്ങയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം, നമ്മുടെ ചട്ടികളിൽ കറിയുടെ ഭാഗങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇതിപ്പോൾ എത്ര സോപ്പിട്ട് വൃത്തിയാക്കിയാലും ചിലപ്പോൾ അത് പോകണം എന്നില്ല. പക്ഷേ ഇതുപോലെ നിങ്ങൾ ക്ലീനാക്കി നോക്കൂ. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ കാണിച്ചു തരാം ഈ പാടുകളൊക്കെ ബാക്കിയുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ മൺചട്ടിയിൽ നിറയെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ആ നാരങ്ങയുടെ തുണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ ചട്ടിയായത്, അതായത് ഉപ്പേരിയൊക്കെ വെക്കുന്ന ഒരു മൺചട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലിയ ചട്ടിയാണെങ്കിൽ ഒരു ഫുൾ നാരങ്ങ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ കുക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. കുക്കിംഗ് സോഡ അതായത് ബേക്കിംഗ് സോഡ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ കൂട്ടുകളൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് വരുമ്പോൾ തന്നെ ഈ ചട്ടിയിലത്തെ ഏകദേശം കറകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ആർക്കും മടിയുള്ളവർക്ക് വരെ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു സംഭവമാണ്. അതിനുശേഷം ഇത് നമ്മൾ കുറച്ച് നേരം ചൂടാറാനായിട്ട് വെക്കുക. അതിനുശേഷം ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കളയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സോപ്പിന് പകരം ഉപയോഗിക്കുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ കടലമാവ് പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഇതിലേതെങ്കിലും ഒന്നൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അരിപ്പൊടിയാണ്. ശരിക്കും ഇത്രയും തന്നെ വേണ്ട, കുറച്ച് മതി, ഒരു സ്പൂണോളൊക്കെ മതി. അത് എന്നിട്ട് നമ്മൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ തന്നെ നമ്മുടെ മൺചട്ടികൾ ക്ലീനായിട്ട് കിട്ടുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൊടികളൊന്നും എല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് വേറെ കടയിൽ നിന്ന് വാങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതേപോലെ ഞാനൊരു കാര്യം പറയാൻ വന്നത്, നമ്മളെപ്പോഴും എല്ലാ ചട്ടികളും എപ്പോഴും ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ ചട്ടികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ആ ചട്ടികൾ എടുക്കുമ്പോൾ അത് നിറയെ ഇതുപോലെ പൂപ്പൽ പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. നമ്മളിപ്പോൾ നമ്മുടെ മൺചട്ടികൾ കറി വെച്ചതിന് ശേഷം ഇതുപോലെയാണ് ക്ലീനാക്കി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൂപ്പലുകൾ വരുന്നത് പോലും നമുക്ക് ഒഴിവാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ കൃത്യമായിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചട്ടി ഉണങ്ങിയതിന് ശേഷമുള്ളതാണ്. നിങ്ങൾക്ക് കാണാം, അതിൽ യാതൊരു വിധത്തിലുള്ള കറിയും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി ഇതിങ്ങനെ നമ്മൾ ഇത്ര നാൾ കമത്തി വെച്ചാലും പൂപ്പൽ പോലും പിടിക്കില്ല. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.